Ga ga ma ga ma ri ma ga re sa ni re sa pa ma ga ma da ma ga re sa ni re sa ga ma sa ni sa dha ni ma da ga ma re ga sa ni sa da ni sa ma ga ni sa pa ma ga sa ni sa ga ma ga re ni da ma ga ma ga re ga ni ma ga re sa pa ma da ma ni da ga ma re ga sa മലർകൾ കേട്ടേൻ വനമേ തന്തനേ. മോളെ നന്ദ, എന്തിനാ ഇപ്പൊ തന്നെ എണീറ്റ്? കുറച്ചുകൂടെ കിടക്കായിരുന്നില്ലേ? ഇല്ലമ്മ, ഞാൻ ഇന്ന് ഈ സമയത്ത് എണീക്കുന്ന. ഈ സമയമായ പിന്നെ എനിക്ക് ഉറക്കം കിട്ടില്ല. ആണോ? എങ്കിൽ മോൾ അവിടെ ചെന്നിരിക്കും, അമ്മ ചായ ഇട്ടുകൊണ്ട് തരാം. ഞാനിടാം അമ്മ ചായ. അയ്യോ, മോളിപ്പൊ തന്നെ കിച്ചണിലൊന്നും കയറണ്ട. മോൾ അവിടെ ഇരിക്കും, അമ്മ ചായ ഇട്ട് തരാം. ഓ, ചായ ഇടാൻ ഇങ്ങനെ അടികൂടുന്നു. എങ്കിൽ നിങ്ങൾ രണ്ടുപേരും കാര്യം ചെയ്യും, രണ്ടുപേരും ഓരോരോ ചായ ഇട്ട് എനിക്ക് കൊണ്ടെത്താം. ഈശ്വര, ഇതൊന്ന് കഴിച്ചതാ. ഇന്ന് ക്ലാസ്സൊന്നും ഇല്ല, പിന്നെ എന്താ ഇത്രയും നേരത്തെ കാലത്ത് എണീറ്റ് വന്നേ? അതെ, ഞാൻ ഉറങ്ങുന്ന സമയത്ത് അവിടുന്ന് പാട്ട് കേട്ടെ, അതാ ഞാൻ എണീറ്റ് വന്നേ. നല്ല രസമുണ്ട് കൊണ്ട പാട്ട് കേൾക്കാൻ. താങ്ക് യു. നീ ഇരിക്കും, ഞാൻ ചായ ഇട്ട് തരാം. ഓക്കെ, എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ. നാത്തോന്റെ കൈപ്പുണ്യം അറിയണമല്ലോ. കൈപ്പുണ്യം അറിയാൻ മാത്രമല്ല നിന്നെ കൊണ്ടൊക്കെ പറ്റൂ. അമ്മ, പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഇനി അമ്മ കിച്ചണിലൊന്നും കയറണ്ട, കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇവിടെ എനിക്ക് ചെയ്യാനുള്ള പണികളല്ലേ ഉള്ളൂ. അമ്മ ഇനി റെസ്റ്റ് എടുക്ക്. എത്ര നാളായി ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നു? ഞാൻ നോക്കിക്കോളാമേ. ഓ, എന്ത് നല്ല മരുമോള് അല്ലേ അമ്മ? അതെ, നല്ല മരുമോള് തന്നെ. ഇവിടെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഒരു വകക്ക് കൊള്ളില്ല. ചുമ്മാ തിന്നും കുടിച്ചു ഇങ്ങനെ ജീവിച്ചു പോകുന്നു. തുടങ്ങി. രാവിലെ ആയാൽ എണീക്കത്തുമില്ല, കുളിക്കത്തുമില്ല, നനക്കത്തുമില്ല. ഒരു പച്ചവെള്ളം നിന്റെ ആയതുകൊണ്ട് ഇന്നേ വരെ കുടിച്ചിട്ടില്ല. മരിക്കുന്നതിന് മുന്നേ കിട്ടുമോ ആവോ? പ്രതീക്ഷിക്കണ്ട അമ്മ, അതിന് ചാൻസ് കുറവാ. അയ്യോ, എനിക്ക് ഒരു പ്രതീക്ഷയില്ല നിന്റെ കാര്യത്തില്. ഇന്ന് അച്ചു ചായ കുടിച്ചു നോക്കിട്ട് അഭിപ്രായം പറ. ഇതമ്മ, ഞാനിത് മുത്തശ്ശിക്ക് കൊണ്ടു കൊടുത്തിട്ട് വരാം. അല്ല, അപ്പൊ ഏട്ടനെ എവിടെ ചായ? മോളെ, അവനോട് ഒരു കപ്പ് എടുത്തു. അവൻ ഈ സമയത്ത് ഒരു ചായ പതിവുള്ളതാ. ആണോ അമ്മ? സോറി, എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ എണീറ്റ് വരുമ്പോ നീത്തോട്ടനെ എണീറ്റിട്ടില്ല, അതാ പിന്നെ ഞാൻ. സാരമില്ല, മോൾ ചെന്ന് കൊടുത്തിട്ട് വാ. அதோ போகின்றது காணல் மேகம், மழையை காணவில்லையே. இதோ கேட்கின்றது குயிலின் சோகம், இசையும் கேட்கவில்லையே. இந்த பூமியே பூவனம், இந்த അങ്ങനെ മിഥുവിന്റെ റൊമാൻസ് കൂടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ നന്ദ ഇനി അവിടെ നിന്ന് തന്റെ ശരീരത്തിൽ തന്നെയാണ് ആപത്തെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ റൂമിൽ ഇറങ്ങി വന്നു. ആ സമയത്താണ് സുഭദ്രാപ്പച്ചിയും മോളും അവളെ തടഞ്ഞു നിർത്തിയത്. എന്താടി ഈ വെളുപ്പം കാലത്ത് നീ ഇവിടെ? അത് ഞാൻ മിത്തുവേട്ടന് ചായ കൊടുക്കാൻ. ആർക്ക്? മിത്തുവേട്ടൻ. അവിടെ ഒരു മിത്തുവേട്ടൻ. ഞങ്ങൾക്കൊന്നുമില്ലേ ചായ? അയ്യോ സോറി, നിങ്ങൾ എണീറ്റിട്ടില്ലെന്ന് ഞാൻ വിചാരിച്ച്. ഞാൻ ഇപ്പൊ തന്നെ ഉണ്ടാക്കി കൊണ്ടുതരാം. ശരി, പെട്ടെന്ന് പോയി ഉണ്ടാക്കി കൊണ്ടുപോവാ. ഡി, അവിടെ നിൽക്ക്. ഇന്ന് ഞങ്ങൾക്ക് ചായ വേണ്ട, ബൂസ്റ്റ് മതി. ബൂസ്റ്റോ? എന്താടി? അതെന്താടി, നീ ബൂസ്റ്റ് ഒന്ന് കേട്ടിട്ടില്ലേ? കേൾക്കാൻ വഴിയില്ല അമ്മ, ഏതോ പട്ടിക്കാട്ടിന്ന് വന്നതല്ലേ. അവിടെ കട്ടൻ ചായ മാത്രമേ കാണുള്ളൂ തോന്നുന്നു, അല്ലേടി? ഞാനിപ്പോ ഉണ്ടാക്കി കൊണ്ടുവരാം. ശരി, പെട്ടെന്ന് ഉണ്ടാക്കി കൊണ്ടുപോവാ. പോക്ക് കണ്ടില്ലേ? നിന്നെ അധികകാലം ഇവിടെ വാഴിക്കില്ലടി. എന്റെ പൊന്നമ്മ, അവള് കുറച്ച് ദിവസം കൂടെ ഇവിടെ നിൽക്കട്ടെ. നീ എന്താ മോളെ ഉദ്ദേശിക്കുന്നത്? എന്റെ അമ്മ, അതൊരു പൂച്ചക്കുട്ടിയാ. അതിന്റെ വായി കൈയിട്ട പൂലത് കടിക്കില്ല. ഇപ്പൊ തന്നെ അമ്മ കണ്ടതല്ലേ അവൾ നിന്ന് വിറക്കുന്നത്. ശരിയാ, അതൊരു സാധുവാണെന്ന് തോന്നുന്നു. അയ്യോ, എപ്പോഴാ ഇവിടെ ബൂസ്റ്റ് കൊണ്ടുവരുന്നേ? ബൂസ്റ്റ് നേക്കുമ്പോഴേ കൂടിയാവുക. എത്ര കാലമായി അമ്മ ബൂസ്റ്റ് ഒക്കെ കുടിച്ചിട്ട്. എന്ത് ചെയ്യാനാ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എങ്ങനെയും അവനെ വളച്ചൊടിച്ച് കുപ്പിയിലാക്കണമെന്ന്. എന്റെ പൊന്നമ്മ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതത്ര എളുപ്പമുള്ള പണിയൊന്നും അല്ല. ഒരു പ്രാവശ്യം വളക്കാൻ ചെയ്യുന്നതിന്റെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല. എന്റെ പൊന്നു മോൾക്ക് വളക്കാൻ അറിയില്ല, അതാ പ്രശ്നം. ഓ, എനിക്ക് വളക്കാൻ അറിയുന്ന അമ്മക്ക് തന്നെ അങ്ങ് ചെയ്താ പോരെ. എനിക്ക് ആവശ്യമൊന്നും ഉണ്ടായിട്ടല്ലല്ലോ. അമ്മക്ക് ഈ സ്വത്തിനോടുള്ള ആർത്തിയല്ലേ. അമ്മ ചെയ്യുന്നത് ശരിക്കും എത്ര വലിയ തെറ്റാണെന്ന് അറിയോ? നീ എന്നെ തെറ്റും ശരിയൊന്നും പഠിപ്പിക്കേണ്ട. അല്ലെങ്കിലും അമ്മക്ക് സത്യം പറഞ്ഞാൽ പറ്റില്ലല്ലോ.
മാമന്റെ ബിസിനസ് ഒക്കെ പൊട്ടി പാളീസായ സമയത്ത് തന്നെ അമ്മ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കി നമുക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയതല്ലേ. പിന്നെ ഇതിൽ വന്ന് കൈയിട്ട് വരുന്നത് മോശമല്ല അമ്മ. ഇതൊക്കെ മാമന്റെതല്ലേ. ആരതായാലും എന്താ, എനിക്ക് പണം കിട്ടിയാൽ മതി. ആ നോക്കിയിരുന്നു, ഇപ്പൊ കിട്ടും. കിട്ടും, അതിന് നീ വിചാരിക്കണം. എന്റെ പൊന്നമ്മ, നിങ്ങൾ ഈ വളക്കഞ്ഞി കൊടുക്കുന്ന കാര്യമൊന്നും പറയല്ലേ. എന്റെ കരണം പുകയ്ക്കൊന്നേര്. നീയേ ഞാൻ പറയുന്നത് പോലെ ചെയ്താ മതി. പറ കേൾക്കട്ടെ. നീയില്ലേ അവന്റെ അടുത്തുനിന്ന് ഡ്രസ് വരണം. അയ്യേ, ഈ അമ്മക്കിതെന്താ? പറയട്ടേടി ഞാൻ. ഇടുപ്പ്, വയറ്, പിൻകഴുത്ത്, അങ്ങനെ അട്രാക്ഷൻ തോന്നുന്ന ശരീരഭാഗങ്ങള് അവൻ കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കണം. സ്ത്രീ ശരീരത്തിന്റെ ഭംഗിയില് ഏത് ചെക്കനെ മയങ്ങാതിരിക്കുന്നെ. ഇങ്ങനെ വല്ലതൊക്കെ സംഭവിക്കുകയാണെ അവൻ എന്റെ പുറകെ പോയില്ല. അതാകുമ്പോ നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാവും. ഐഡിയ കൊള്ളാമോ? ബട്ട് ഇത് വർക്കൗട്ട് ആവോ? അത് നിന്റെ കഴിവ് പോലെ ഇരിക്കും. വർക്കൗട്ട് ആവോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഞാൻ ട്രൈ ചെയ്യാം. ഉറപ്പൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ഉറപ്പുണ്ട് ഇത് നടക്കുമെന്ന്. മോളെന്താ കുറെ സമയമായിട്ട് തിരയാണല്ലോ, എന്താ വേണ്ടത്? അത് അമ്മ, ഈ ബൂസ്റ്റ് പൊടി എവിടെയാ വെച്ചേക്കുന്നേ? അയ്യോ, ബൂസ്റ്റ് പൊടി ഒന്നും നമ്മളിവിടെ വാങ്ങിച്ചു വെക്കാറില്ല മോളെ. ഇവിടെ ആർക്കും അത്ര ഇഷ്ടമല്ല അത്. മോൾക്ക് ബൂസ്റ്റ് ആണോ ഇഷ്ടം? എങ്കിൽ നമുക്ക് അവനെ കൊണ്ട് മേടിപ്പിക്കാം. അയ്യോ എനിക്കല്ല അമ്മ, അത് സുഭദ്രാപ്പച്ചിയും മോളും ബൂസ്റ്റ് വേണമെന്ന് പറഞ്ഞു. സുഭദ്രാപ്പച്ചിയും മോളോ? എന്റെ പൊന്നു കണ്ട, അവരിവിടെ കട്ടൻ ചായ കുടിക്കുന്നെ. അവരുടെ ഒരു ബൂസ്റ്റ്. മോളെ, അവരും ചായ കുടിക്കുന്നെ. അവര് പിന്നെ എന്താണാവോ ബൂസ്റ്റ് വേണമെന്ന് പറഞ്ഞേ? നന്ദയെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിക്കാനായിരിക്കും അവരുടെ ഉദ്ദേശം. എന്റെ പൊന്നു കണ്ട, അവര് പറയുന്ന ഓരോന്ന് കേട്ട് ഇവിടെ വന്ന് വച്ചുണ്ടാക്കി കൊടുക്കാൻ നിന്നാലുണ്ടല്ലോ, ഞാനും അമ്മയായിട്ട് വഴക്കടിക്കുന്നത് തന്നെ അതിനാ. അവർക്കുണ്ടല്ലോ തല താഴ്ത്തി കൊടുത്താൽ അവര് മണ്ടയിലിരുന്ന് മുടി വെട്ടും. അങ്ങനത്തെ ഐറ്റങ്ങളാ. അങ്ങോട്ട് അടുക്കാൻ ചെല്ലണ്ട. ഇതിനുള്ള പണി ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. അച്ചു, നീ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കരുത്. എന്റെ പൊന്നമ്മ, നിങ്ങൾ വേണ്ടാതിരിക്കി. ഏതായാലും നിങ്ങളെ മുടി അവര് വെട്ടി കഷണ്ടിയായി. അമ്മയെ പോലെ എല്ലാവരും ഇങ്ങനെ തല താഴ്ത്തി കൊടുത്താലേ അവരിവിടെ ബാർബർ ഷോപ്പ് തുടങ്ങും. തൽക്കാലം ഇപ്പൊ ഇവിടെ ഒരു ബാർബർ ഷോപ്പിന്റെ ഒരു ആവശ്യമില്ല. പിന്നെ നന്ദ, ഞാൻ പറഞ്ഞത് മറക്കണ്ട. അവരോരോന്ന് പറയും, അതൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കരുത്. അല്ല, ഇപ്പൊ അവര് ബൂസ്റ്റ് ചോദിച്ചാലേ ഞാനെന്നാ ചായ ഇട്ട് കൊണ്ടു കൊടുത്താലോ? അതൊന്നും വേണ്ട. അവരവിടെ ബൂസ്റ്റും കാത്തിരിക്കട്ടെ. കിട്ടാതാകുമ്പോ ഇവിടെ വന്ന് കട്ടനിട്ട് കുടിച്ചോളും. അല്ല പിന്നെ എന്താ ഇവിടെ ഒരു വട്ടമേശ സമ്മേളനം? എന്റെ പൊന്നു ഏട്ടാ, ഏട്ടന്റെ അപ്പച്ചിക്ക് ഭ്രാന്തായി. അത് മുന്നേ ഉള്ളതല്ലേ? ഡാഡാ, ചുമ്മാ അമ്മ. എന്താ ഇവിടെ എല്ലാരും കൂടിയിട്ട് ഒരു ചർച്ച? അതുണ്ടല്ലോ മുത്തശ്ശിയുടെ പുന്നാര മോൾക്ക് ബൂസ്റ്റ് മാത്രമേ അങ്ങ് ഇറങ്ങൂന്ന്. എന്നിട്ട് നന്ദയെ ബൂസ്റ്റ് ഇടാൻ പറഞ്ഞയച്ചേക്കുവാ. അപ്പച്ചി ബൂസ്റ്റ് ആണോ കുടിച്ചോണ്ടിരുന്നേ? എങ്കിൽ പിന്നെ അത് ഇട്ട് കൊടുക്കായിരുന്നില്ലേ? ഒന്ന് പോയേട്ടാ, ഇവിടെ കട്ടനിട്ട് കുടിച്ചോണ്ടിരുന്ന ആളാ. ഇതിപ്പോ ബൂസ്റ്റ് വേണമെന്ന്. വേറെ ഒന്നുമല്ല, ഇവിടെ കൊണ്ട് പണിയെടുപ്പിക്കണം, അതാവും പ്ലാൻ. അവർക്ക് എന്താ ആവശ്യമെന്ന് വെച്ചാൽ അവരിവിടെ വന്ന് ഉണ്ടാക്കിക്കോളൂ. നീയൊന്നും ചെയ്തു കൊടുക്കാൻ നിൽക്കണ്ട. അതേ മോളെ, ഇവിടെ വെച്ചുണ്ടാക്കുന്നത് കഴിക്കാൻ പറ്റുവാണെങ്കിൽ അവര് കഴിച്ചോളും. അതല്ല സ്പെഷ്യലായി വേറെ വല്ലതും വേണേ അവര് തന്നെ അങ്ങ് ഉണ്ടാക്കി കഴിച്ചോളും. നന്ദ, നമുക്കൊന്ന് അമ്പലത്തിൽ പോയാലോ? അവിടെ നാളെ ഉത്സവം. അപ്പൊ ഒരുപാട് കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ടാവും, കുപ്പികളൊക്കെ ഉണ്ടാവും. എന്ത് രസമായിരിക്കും. നമുക്ക് പോയി മേടിച്ചാലോ? ആണോ? അല്ല, ഒരുപാട് ദൂരമുണ്ടോ ഇവിടുന്ന് അമ്പലത്തിലോട്ട്? ഏയ്, ഇത്തിരി അങ്ങ് നടക്കാനേ ഉള്ളൂ. എന്നാ ഞാൻ പോയി മിറ്റുവേട്ടനോട് ചോദിച്ചിട്ട് വരാം. ശരി, നീ ചോദിച്ചിട്ട് റെഡി ആയിട്ട് വാ. ഞാൻ അപ്പോഴേക്ക് റെഡി ആയിട്ട് നിൽക്കാം. ഓ, എൻ്റെ ഭാര്യയെ ഇപ്പൊ കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. ഇവിടുത്തെ ജോലി മുഴുവൻ നീ ഒറ്റയ്ക്ക് ഏറ്റെടുത്തോ? ഹേയ്, ഇവിടെ അതിന് മാത്രമുള്ള ജോലിയൊന്നും ഇല്ലല്ലോ. എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ട ജോലികളേ ഉള്ളൂ. പക്ഷെ അമ്മ സമ്മതിക്കുന്നില്ല. അമ്മയും കൂടെ കൂടും. പിന്നെ മിത്തുവേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നതാ. എന്താ? ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരട്ടെ അച്ഛൻ്റെ കൂടെ. അവിടെ നാളെ ഉത്സവ, കുപ്പിവള ഉണ്ടാവും, ഒരുപാട് കച്ചവടക്കാരൊക്കെ കാണുമെന്ന് അച്ഛൻ പറഞ്ഞു. ഞാൻ പോയിട്ട് കുപ്പിവള വാങ്ങട്ടെ. അല്ലെങ്കിൽ മിത്തോട്ടനുണ്ട് കൂടെ, നമുക്ക് 3 പേർക്ക് ഒരുമിച്ച് പോയിട്ട് വരാം. അയ്യോ, ഞാനില്ല. എനിക്കിപ്പോൾ അർജൻറ്റായിട്ടൊരു വർക്കുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടെ നാളെ പോവാം. നാളെയല്ലേ ഉത്സവം. ഇന്ന് നിങ്ങൾ പോയിട്ട് വാ. ശരി, എന്നാ പോയി ഞാൻ റെഡി ആവട്ടെ. അവിടെ നിൽക്കി. എന്താ മിത്തോട്ടാ? തന്നിട്ട് പോ. എന്ത്? എനിക്ക് തരാനുള്ളത് തന്നിട്ട് പോവാൻ. അതിന് ഞാനൊന്നും എടുത്തില്ലല്ലോ. ഇവിടെ വാടി. മിത്തോട്ടാ, വീട് അടങ്ങി നിക്കടി അവിടെ. മിത്തോട്ടാ, ലേറ്റ് ആവുന്നു. എനിക്കിപ്പോൾ കുളിക്കണം. വീട് ഇപ്പോ എനിക്ക് സമയമില്ല. അല്ലെങ്കിൽ ഞാൻ ശരിയാക്കി തന്നാനെ.
നിന്നെ ഞാൻ രാത്രി എടുത്തോളാം. അയ്യടാ, ഞാനിന്ന് നേരത്തെ കിടന്നുറങ്ങുമല്ലോ. ആഹാ, നിന്നെ ഞാൻ നന്നായിട്ട് ഉറക്കിത്തരാം. ഞാൻ പോയി കുളിക്കട്ടെ. അമ്മ, എങ്കിൽ ഞങ്ങൾ പോയിട്ട് വരാട്ടോ. ആ മോളെ, നോക്കി പോയിട്ട് വാ. ദേ നോക്കച്ചു, നീ പൊട്ടിത്തെറിച്ച് ഒരുമാതിരി നടക്കരുത്. അമ്പലത്തിലോട്ടാ പോകുന്നത്, ആ ഓർമ്മ വേണം നിനക്ക്. ഓ എൻ്റെ അമ്മ, എനിക്കറിയാല്ല. വേണെന്താ, നമുക്ക് പോയിട്ട് വരാം. മുത്തശ്ശി, ഞങ്ങൾ പോയേ. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും, കൂട്ടം തെറ്റിയൊന്നും പോയേക്കല്ലേ. എൻ്റെ മുത്തശ്ശി കുട്ടി, ഞങ്ങൾ ശ്രദ്ധിച്ച് പോയിക്കോളാം. ഞങ്ങൾ പോയിട്ട് വരാട്ടോ. ആ മക്കളെ, നോക്കി പോയിട്ട് വാ. നോക്കു മക്കളെ, ഒരുപാട് ലേറ്റ് ആവരുത്. ഇരുട്ടുന്നതിന് മുന്നേ ഇവിടെ എത്തിക്കോണം. ഓ എൻ്റെ അമ്മ, ഞങ്ങൾ വന്നോളാം. അങ്കനമാർ മൗലിമണി തിങ്കളാസേ ചാരുശീലേ നാഗവല്ലി മനോന്മണി രാമനാഥൻ തേടും ബാലേ മാണിക്യവാസകർ മൊഴികൾ നൽകി ദേവി. മാണിക്യവാസകർ മൊഴികൾ നൽകി ദേവി. ഇളങ്കോവടികൾ ചീലമ്പൂ നൽകി. ഈശ്വര, സമയം ഒരുപാടായല്ലോ, അവരിതുവരെ വന്നില്ലല്ലോ. ആ പെണ്ണ് അതിനെയും കൊണ്ട് എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ടാവും. ഇപ്പോഴും അവർ വന്നില്ലേ മീര? ഇല്ലമ്മ, ഒരുപാട് സമയമായില്ലേ പോയിട്ട്. എനിക്കെന്തോ പേടിയാവുന്നു. നീ പേടിക്കാതിരിക്കെ, അവർ 2 പേരില്ലേ, ഇനി എത്തിക്കോളും. നീ അവരുടെ നമ്പറിലേക്കൊന്ന് വിളിച്ചു നോക്ക്. ഞാൻ ഒരുപാട് വിളിച്ചു നോക്കി അമ്മ. അച്ഛൻ്റെ ഫോൺ സ്വിച്ച് ഓഫാ. പിന്നെ നന്ദ ഫോൺ ഇവിടെ വെച്ചിട്ടാ പോയത്. എന്തൊരു കഷ്ടകാലം ഈശ്വര ഇത്. ഏത് സമയത്താണോ പറഞ്ഞയക്കാൻ തോന്നിയേ. നീ വിഷമിക്കാതെ ഇരിക്കു കുട്ടി, അവരിങ്ങ് എത്തിക്കോളൂ. നീ അവനൊന്ന് വിളിച്ചു നോക്ക്. മോനെ മിതു, അവരിതുവരെ അമ്പലത്തിൽ നിന്ന് വന്നിട്ടില്ല. ഇതുവരെ വന്നില്ലേ? ഓ, അമ്മ വിഷമിക്കാതിരിക്കെ, അവരവിടെ എവിടെയെങ്കിലും തന്നെ കാണും. ഞാൻ പോയി നോക്കാം. അച്ചു അല്ലേ മോളെ ആ വരുന്നേ? അമ്മ, അമ്മ, എന്താ പറ്റിയ മോളെ? എവിടെ അവളെവിടെ? നന്ദ, അമ്മ, നന്ദ, നന്ദ ആരോണ്ട് പിടിച്ചോണ്ട് പോയി അമ്മ. പിടിച്ചു വലിച്ച് വണ്ടി കയറ്റി കൊണ്ടുപോയി അമ്മ. ഞാൻ ആ വണ്ടിയുടെ പുറകെ കൂടെ ഓടി. ഞാൻ ഏട്ടനെ വിളിക്കാൻ വേണ്ടി ഫോൺ നോക്കുമ്പോഴാണ് ഓർമ്മ വന്നു. ആ ഓട്ടത്തില് ഫോൺ എവിടെ തെറിച്ചു പോയി അമ്മ. ഏട്ടനോടൊന്ന് പറയാമ, നന്ദ രക്ഷിക്കാൻ. ഈശ്വരായിട്ട് കുഞ്ഞ്, എന്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ. ഹലോ അമ്മ. അമ്മ, മോനെ, നമ്മുടെ നന്ദ. ഞാനെല്ലാം കേട്ടു. അമ്മ അച്ഛൻ്റെ കയ്യിൽ ഫോൺ കൊടുക്ക്. ഏട്ടാ, നന്ദയെ ആരോ പിടിച്ചോണ്ട് പോയി. അവര് ഏത് റൂട്ടിലാണ് അവളെ കൊണ്ടുപോയത്? അവരെ കണ്ടാൽ നിനക്ക് തിരിച്ചറിയോ? ഇല്ല ഏട്ടാ, അവര് മുഖംമൂടിയൊക്കെ ഇട്ട്. എനിക്ക് അവരെ കണ്ടറിയില്ല. ഒരു ബ്ലാക്ക് വണ്ടിയിലാ കൊണ്ടുപോയി. പേരാൽ അമ്പലത്തിന്റെ പുറകുവശത്തോടുള്ള റോട്ടിലൂടെ അവര് കൊണ്ടുപോയി. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഏട്ടാ. ഹേയ്, സാരമില്ല, പോട്ടെ. നീ ഇങ്ങനെ കരഞ്ഞാലെങ്ങനെയാ? നീ അമ്മയും അച്ഛമ്മയും ശ്രദ്ധിക്ക്. നന്ദയ്ക്ക് ഒന്നും സംഭവിക്കില്ല, ഏട്ടനല്ലേ പറയുന്നത്. നീ കൂളായിട്ടിരിക്കും. ഏട്ടൻ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ നന്ദയും ഉണ്ടാവും കൂടെ. സഞ്ജീവ്, നന്ദ മിസ്സിംഗ് ആണ്. ഓ മൈ ഗോഡ് സർ, അത് എങ്ങനെ? ഐ ഡോണ്ട് നോ സഞ്ജീവ്. സാർ ഇങ്ങനെ ടെൻസ്ഡ് ആവല്ലേ. എങ്ങനെയായാലും നമ്മൾ നന്ദയെ കണ്ടുപിടിച്ചിരിക്കും. സഞ്ജീവ്, താൻ സമയം കളയാതെ ആ അമ്പലത്തിലെ CCTV ഫുട്ടേജ് കളക്ട് ചെയ്തുകൊണ്ട് വരണം. ഞാനൊന്നും കുറച്ച് സമയം ഇരിക്കട്ടെ. സാർ ഓക്കെ അല്ലേ? ഓക്കെ. നീ പെട്ടെന്ന് പോയിട്ട് വാ. ഓക്കെ സാർ. എത്ര വലിയ മാഫിയാണെന്ന് പറഞ്ഞാലും മിഥുനാകെ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. കാരണം അവന്റെ ജീവനായി ഇപ്പൊ മിസ്സിംഗ് ആയിട്ടുള്ളത്. വീട്ടിൽ വിളിച്ച് അവരെ സമാധാനിപ്പിക്കുമ്പോഴും നന്ദയെ തിരയാൻ വേണ്ടി ഇവിടെ നിർദ്ദേശങ്ങൾ നൽകുമ്പോഴും അവന്റെ മനസ്സ് മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം അവനറിയാം, തന്റെ പെണ്ണ് ഇന്ന് എത്രത്തോളം അപകടത്തിലാണ് പെട്ടിരിക്കുന്നതെന്ന്. അവനെ കൊണ്ട് രക്ഷിക്കാൻ കഴിയുമെന്ന് പോലും അവൻ അറിയില്ല. അവളെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവന്റെ എനിമീസ് ആയിരിക്കുമെന്ന് അവനറിയാം. തന്റെ എനിമീസ് ഒന്നും ചില്ലറക്കാരും അല്ല. ഈ സമയത്താണ് അർജുൻ അവിടെ എത്തിയത്. മിതു, ഞാനെല്ലാം അറിഞ്ഞു. നീ എന്താ ഇങ്ങനെ ഇരിക്കുന്ന? അന്വേഷിക്കണ്ടേ ചെന്ന്? നിനക്ക് എന്താടാ പറ്റിയ? അർജുൻ, എന്റെ പെണ്ണ്, ഞാൻ അവളുടെ കൂടെ ഒന്ന് ജീവിച്ച് തുടങ്ങിയല്ലേടാ ഉള്ളൂ. എനിക്ക്
വീട്ടിലാണ് അർജുൻ. അവളില്ലാതെ അവൾക്ക് വല്ലതും സംഭവിച്ച പിന്നെ മിഥുനില്ലടാ. ഹേയ്, നീ എന്തൊക്കെയായി പറയുന്നത്? ഒന്നും സംഭവിക്കില്ല അവൾക്ക്. നമുക്ക് അവളെ കണ്ടുപിടിക്കാം. അതിന് നീ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. ആ പന്ന ആസാദി തന്നെയായിരിക്കും ഇതിന് പിന്നിൽ. അതേടാ, അവനൊന്നും ചെയ്യാൻ മടിയില്ലാത്തവന്. എനിക്ക് അവളെ വേണ്ടടാ അർജുൻ, ഒരു പോറല് പോലും ഏൽക്കാതെ. ഹേയ്, നീ ഇങ്ങനെ കരഞ്ഞിരുന്ന എങ്ങനെയാ? ഒരു മാഫിയാണോ ഇത്? നീ വന്നേ, ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. അങ്കിളും ടീമും നേരത്തെ അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നീ വാ. അങ്കിൾ, എന്തായി? വല്ല വിവരവും കിട്ടിയോ? ഹേയ്, എവിടെന്ന്? അവൻ്റെ സ്ഥലങ്ങളൊക്കെ പിള്ളേർ പോയി നോക്കി, അവിടെയൊന്നും ഇല്ല. അവൻ നമ്മളായിട്ടൊന്ന് വട്ടം ചുറ്റിക്കാനുള്ള തീരുമാനത്തിലാണെന്ന് തോന്നുന്നു. എന്തായാലും എവിടം വരെ പോകുമെന്ന് നോക്കാം. അവനെവിടെ? താങ്കൾ അവിടെ ഇരിക്കുന്നുണ്ട്. അച്ഛ, എൻ്റെ നന്ദ. ഹേയ് ഡാ, നീ വിഷമിക്കാതിരിക്കെ. നിന്റെ ഭാര്യയാണ് അവളെങ്കിൽ എൻ്റെ മരുമകളല്ലേ അവള്. അവൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ ഈ അച്ഛൻ കൊണ്ടുത്തരാൻ നിനക്ക്. നീ ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെയാ? എന്ത് കോലമാടാ ഇത്? കരഞ്ഞ് വലഞ്ഞ്. അർജുൻ, ഇവനെ ഒന്ന് സെറ്റാക്കി എടുക്ക്, ഞാനിപ്പോൾ വരാം. സർ, അമ്പലത്തിലെ ഫുട്ടേജ് ഞാൻ സാറിൻ്റെ ഫോണിലോട്ട് സെൻഡ് ചെയ്തിട്ടുണ്ട്. അവൻ തീരെ ഓക്കെ അല്ല. ഞാൻ നോക്കിക്കോളാം, നീ എനിക്ക് അയച്ചേക്ക്. ഓക്കെ സർ. നീ ഫുട്ടേജ് കണ്ടായിരുന്നോ? അതെ അങ്കിൾ, പക്ഷേ ഫേസ് കാണാൻ പറ്റുന്നില്ല. അവർ ഫേസ് മൊത്തത്തിൽ കവർ ചെയ്തിട്ടുണ്ട്. യെസ്, ഇത് ആസാദി തന്നെ. അതെ അങ്കിൾ, എനിക്കെന്തോ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്നു. ഹേയ്, നീയും ഇങ്ങനെ ആയ പിന്നെ എങ്ങനെ ശരിയാവുന്നത്? അത് അങ്കിൾ, ആസാദിക്ക് നന്ദയുടെ അടുത്തൊരു കണ്ണുണ്ടെന്ന് അവൻ്റെ അമ്മ പറഞ്ഞായിരുന്നു. ഓ ഡാം ഇറ്റ്, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇനി സമയം കളയണ്ട, നമുക്ക് പെട്ടെന്ന് ചെല്ലാം. അപ്പോൾ സ്ഥലം എവിടെയാണെന്ന് കിട്ടിയോ? മേ ബി ഞാൻ വിചാരിക്കുന്നിടത്ത് ഉണ്ടായിരിക്കണം. നീ അവനെ വിളിച്ചിട്ട് വാ. ഓക്കെ അങ്കിൾ, ഇപ്പോൾ വരാം. എന്നെ വീട്, പ്ലീസ് എന്നെ വീട്. ഒന്നും ചെയ്യല്ലേ. ഞാൻ നിങ്ങൾക്ക് ശാല്യത്തിന് വന്നില്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ പിടിച്ചു വെച്ചേക്കുന്നത്? പ്ലീസ് എന്നെ വീട്ടിലേക്ക്. ഹേയ്, ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എത്ര നാളുകൊണ്ട് ആഗ്രഹിക്കാന്നറിയോ നിന്നെ ഇങ്ങനെയൊന്ന് കിട്ടാനായിട്ട്. ചുമ്മാ അങ്ങനെ വിടാൻ പറ്റുമോ? ഓ, എന്താ ഷേപ്പ്. നീ കുറച്ചുകൂടെ അങ്ങ് കൊഴുത്തു പോയാലോടി. അവനങ്ങനെ നന്നായിട്ട് തിന്നാൻ തരുന്നുണ്ട് നിനക്ക്. ഞാൻ ആദ്യം പറഞ്ഞേക്കാം, സഹകരിക്കുകയാണേ എൻ്റെ പണി തീർത്ത് ഞാൻ അങ്ങ് വിട്ടേക്കാം. അതല്ല ബഹളം വെക്കാനാണ് തീരുമാനമെങ്കിൽ അങ്ങ് കൊന്നു തള്ളും ഞാൻ. പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്. പ്ലീസ്, നിങ്ങളുടെ മോളെ, നിങ്ങളുടെ അമ്മയെ ഓർത്തെങ്കിലും എന്നെ വെറുതെ വിട്. അവരെ പോലെ തന്നെ ഞാനൊരു പെണ്ണല്ലേ. പ്ലീസ്. പെണ്ണായതുകൊണ്ടാണല്ലോ എനിക്ക് നിന്നെ വേണമെന്ന് പറഞ്ഞത്. പിന്നെ അമ്മയും മോളെ ഓർത്ത് വെറുതെ വിടാൻ പറഞ്ഞല്ലോ. എനിക്ക് അമ്മയും മോളും ഒക്കെ കണക്കാടി. പെണ്ണല്ലേ എല്ലാം. കേട്ടോ നീ? എൻ്റെ മോളെ ഉണ്ടല്ലോ ഞാൻ എപ്പോഴും ആസ്വദിക്കാറുണ്ട്. എൻ്റെ മോളെന്നതിലുപരി അവളോട് വേറെ ചില ഇഷ്ടങ്ങളുണ്ട്. ചുമ്മാ വീട്ടിലിരിക്കുമ്പോൾ ആർമാദിക്കാൻ ഒരു യന്ത്രം, അതവളെനിക്ക്. പക്ഷേ അവൾ നിന്റെ അത്ര പോരാ. പിന്നെ അവളാവുമ്പോൾ നന്നായിട്ട് സഹകരിക്കും, എനിക്ക് ബുദ്ധിമുട്ടില്ല. അങ്ങനെ ആയിരിക്കണം പെൺകുട്ടികൾ, അല്ലാതെ ഇതൊരുമാതിരി ബഹളവും വെച്ച്. ഈശ്വര, എന്നെ രക്ഷിക്കാൻ ഇനി ആരുമില്ല, നീ അല്ലാതെ. എന്തിനാ നമുക്കിടയിലും ഡ്രസ്സ്? അതൊക്കെ അങ്ങ് അയക്കും മോളെ, ഞാനൊന്ന് കാണട്ടെ. ഞാൻ കാണിക്കാടാ പന പൂ മോനെ. ഓ ഗുഡ് ഗുഡ്. അങ്ങനെ ഭാര്യയെ രക്ഷിക്കാൻ ഭർത്താവ് എത്തിയല്ലോ. അവന്റെ ഭാര്യയെ അവനല്ലാതെ പിന്നെ ആരാടെ രക്ഷിക്കേണ്ടേ? ഓഹ്, നീയുണ്ടായിരുന്നു. തന്തയ്ക്കും മോനും കിട്ടിയതൊന്നും പോരല്ലേ? ആർക്കാ ശരിക്ക് കിട്ടാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. എന്തിനാടാ നീ ഇങ്ങനെ ചെയ്തേ? എന്താ നിന്റെ ഉദ്ദേശം? ദുരുദ്ദേശം തന്നെ. കള്ളൻ കക്കുവെന്നും കൊലയാളി കൊല്ലുവെന്നും എല്ലാവർക്കും അറിയാം. നിനക്ക് വേണ്ടത് എൻ്റെ പണമല്ലടാ. അതിനെന്തിനാ ഇവളെ നീ തട്ടിക്കൊണ്ടുവന്നത്? എനിക്ക് പണം വേണം, അതുകൂടാതെ ഇവളെയും വേണം. നീ അടങ്ങ്. MD ഗ്രൂപ്പുമായിട്ട് ഒത്തിരി സംസാരിച്ചിട്ടാ ആ മാരേജ് കോൺട്രാക്റ്റ് സെറ്റ് ചെയ്തത്. പക്ഷെ അപ്പോഴേക്ക് കല്യാണം കഴിച്ചും നിങ്ങളത് തന്ത്രപൂർവ്വം തട്ടിയെടുത്ത്. അപ്പോൾ അതിന് പകരമായിട്ട് എനിക്ക് വല്ലതുമൊക്കെ വേണ്ടേ? എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരുന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞ് ഈ എറണം കെട്ടവളെ നീ അങ്ങ് കെട്ടിയെന്നു. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, ഇവിടെ തന്നെ അങ്ങ് പൊക്കാന്ന് വിചാരിച്ചു.
ഇവളെ തട്ടിക്കൊണ്ടുവന്ന് നിങ്ങളോട് ആ കോൺട്രാക്റ്റ് എൻ്റെ പേരിലാക്കണമെന്ന് പറയാനായിരുന്നു പ്ലാൻ. അപ്പോഴാണ് ഇവളുടെ ശരീരം എൻ്റെ മനസ്സിലോട്ട് വന്നത്. എങ്ങനെയാ ഇത്രയും നല്ലൊരു ചരക്കിനെ കിട്ടുമ്പോൾ ഒന്നും ചെയ്യാതെ വിടുന്നേ? ഡാ തെണ്ടി നിന്നെ ഞാൻ. ഹേയ് കിടന്ന് കൊരക്കാതടാ ചെറുക്കാം. മിതു അവൻ പറയട്ടെ, ഇതവൻ്റെ അവസാനത്തെ പറച്ചിലായിരിക്കും. പെണ്ണിൻ്റെ അമ്മയുടെ അതേപോലെ തന്നെ മനുഷ്യനെ ഇങ്ങനെ മത്ത് പിടിപ്പിക്കും. ഒരുപാട് തവണ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇവളെ എങ്ങനെ ഒരു കൈക്കലാക്കാൻ. പക്ഷെ ആ തള്ള അതിന് സമ്മതിക്കില്ലായിരുന്നു. എന്നെ എതിർത്ത ഒരൊറ്റരണത്തിനെ ഞാൻ വെറുതെ വിട്ടിട്ടില്ല. തള്ളയുടെ സമയം ഒടുക്കാറായി. നീ ആരോടാ ഈ കളിക്കുന്നറിയോ? നിനക്ക് ഒന്ന് അടങ്ങ് ചേർക്കാ. നീ ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറാണ്. നീ ഒന്ന് കണ്ണടച്ചാൽ മതി ചേർക്ക. 1 മണിക്കൂറത്തെ സമയമല്ലേ വേണ്ടു എനിക്ക്. ഞാൻ എൻ്റെ പണി തീർത്ത് അങ്ങ് പൊയ്ക്കോളാം. ഡാ പന്നപ്പോലെ ആടി മോനെ, നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ ഇങ്ങനെ സംസാരിക്കാൻ? മിതു ദാ ഇതിനുള്ള സമയമായില്ല അർജുൻ. ഇവനെ ഇപ്പൊ തന്നെ ചാവരുത്. ഇഞ്ചിഞ്ചായി ചാവാൻ പാടുള്ളൂ. ഇവൻ്റെ ലീലാവിലാസങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. ഓരോ പെണ്ണിൻ്റെയും കണ്ണീരുണ്ട് ഇവൻ്റെ ജീവിതത്തിൽ. ആ കണ്ണീരിൻ്റെ ചൂടിൽ വെന്തുരുക്കണം ഇവൻ. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കൊന്നാ എങ്ങനെയാ ശരിയാവുന്നേ? അവന് അനുഭവിക്കണ്ടേ ചെയ്തു കൂട്ടിയതിൻ്റെ ഫലം. വേണ്ട വേണ്ട, ഒന്നും ചെയ്യില്ല. ഇതുപോലെ ഒരുപാട് പേര് നിന്നോട് പറഞ്ഞതല്ലടാ പട്ടി. അന്ന് നീ കേട്ടോ? നിന്നെ വെറുതെ വിട്ട ഈശ്വരൻ പോലും ഞങ്ങളോട് പൊറുക്കില്ല. അത്രക്ക് ക്രൂരനാടാ നീ. ഇതുപോലെ ഇഞ്ചിഞ്ചായല്ലേ ഓരോ കുട്ടികളെയും സ്ത്രീകളെയും മുതിർന്നവരെയും നീ പിച്ച് ചീന്തിയത്. രക്ഷിക്ക് പ്ലീസ്. ഹേയ് നിന്നെ അങ്ങനെ രക്ഷിക്കാൻ പറ്റുമോടാ? അല്ലേ ഒന്ന് കൊന്നതാ. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. പ്ലീസ്, ഒരൊറ്റ ഷൂട്ടിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. എന്നെ ഒന്ന് കൊന്നതാ. ഹേയ്, സാധാരണ മാഫിയാസ് ഒരൊറ്റ ഷൂട്ടിനങ്ങ് തീർക്കും. പക്ഷെ ഞങ്ങളത് ചെയ്യില്ല. കാരണം നീ ഇങ്ങനെ ചാകാതെ ചാവണം. അത് കണ്ട് ഞങ്ങൾക്ക് രസിക്കണം. എന്താടാ നിനക്ക് ഭയം തോന്നുന്നുണ്ടോ? ഭയമായിരിക്കില്ല, പശ്ചാത്താപമായിരിക്കും. ഒന്ന് നന്നായി ഓർത്തു നോക്കിയേ. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വസുന്ധര ഇവളുടെ അമ്മ നിന്നോട് ഇതുപോലെ കെഞ്ചി പറഞ്ഞതല്ലേടാ, എന്നെ വിട് ഒന്നും ചെയ്യല്ലേന്ന്. നീ അതിനെ പിച്ച് ചീന്തി കൊന്നു കളഞ്ഞില്ലേടാ. ഇവരാണോ വന്ന്? ഇവരാണോ എൻ്റെ അമ്മയൊക്കെ വന്ന്? എൻ്റെ അമ്മ ഇവരാണോ? ഞാൻ മുത്തശ്ശിയോട് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് എൻ്റെ അമ്മയെ ഇല്ലാതാക്കിയത് ആരാണ്. പക്ഷെ മുത്തശ്ശി പറഞ്ഞില്ല. പറഞ്ഞു തരാതിരുന്നത് അത് ഇവനായതുകൊണ്ടല്ലേ? എനിക്ക് ഇവനെ കൊല്ലണം ഇതാട്ടാ. എൻ്റെ അമ്മയെ ഇല്ലാതാക്കി ഇവരെ എൻ്റെ കൈ കൊണ്ട് തന്നെ എനിക്ക് കൊല്ലണം. എൻ്റെ അമ്മ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്ത്? അതൊരു പാവായിരുന്നില്ല, ആർക്കും ഒരു ശല്യത്തിന് വന്നിരുന്നില്ലല്ലോ. എന്തിനാണ് നീ ഒരു കൊല്ലാതെ? നിന്നെ കൊല്ലാതെ എൻ്റെ അമ്മയ്ക്ക് സന്തോഷത്തോടെ അവിടെ കിടക്കാൻ പറ്റില്ല. നിന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കൂടാ. അങ്ങനെ ആസാദി എന്ന് പറഞ്ഞ ചാപ്റ്റർ ക്ലോസായി. അത് ഒരുപാട് നാളത്തെ എൻ്റെ ഉറക്കം കളഞ്ഞതാ ഈ പന മോൻ. ഇനി എനിക്ക് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങണം. സഞ്ജീവ്, ആരുമില്ലാത്ത സമയത്ത് ഈ നായയുടെ ബോഡി എവിടെയെങ്കിലും കൊണ്ടിട്ടേക്ക്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം സാർ. ഇപ്പോഴാ ഒന്ന് സമാധാനമായേ. പിന്നെ പിള്ളേരെ, എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. കുറെ നാളായി മീര പറയുന്നു ഈ പണിയൊക്കെ ഒന്ന് നിർത്തിക്കൂടെയെന്ന്. അതെ, ഞാനിത് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു അച്ഛാ. അച്ഛനിനി റെസ്റ്റ് എടുക്ക്, ഇനി ഞങ്ങൾ നോക്കിക്കോളാം. അല്ലടാ അർജുൻ? അതെ അങ്കിളിന് ഇനി കുറച്ച് റെസ്റ്റ് ആവശ്യമുണ്ട്. ഒരുപാട് നാളായില്ലേ ഇതിൻ്റെ പുറകെ കിടന്നോടുന്നു. എങ്കിൽ പിന്നെ നമുക്ക് വീട്ടിലോട്ട് പോയാലോ? എന്താ വാ.
എന്താ ഇതേട്ടാ എൻ്റെ അമ്മ. സാരമില്ലടോ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമ്മേനോട് ചെയ്തതിന് നമ്മൾ അവന് ശിക്ഷ കൊടുത്തിട്ടല്ലേ വിട്ടെ. ഇനി ഇങ്ങനെ കരയല്ലേ എൻ്റെ പെണ്ണ്, അല്ലെങ്കിൽ തന്നെ ഒരുപാട് കരഞ്ഞു. നീ പോയി ഫ്രഷ് ആയിട്ട് ഏട്ടനൊരു ചായ എടുത്തുകൊണ്ട് വന്നേ. ചെല്ല്. ഇങ്ങനെ നിന്ന് എൻ്റെ കൺട്രോൾ പോയി ഞാൻ വല്ലതും ചെയ്ത എന്നെ പറയരുത്. വേണ്ട, ഞാൻ പോവാ. അമ്മ, നമ്മുടെ അടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഒരു അജ്ഞാത ശവം കണ്ടെത്തിയിട്ടുണ്ട്. ആര് കൊന്നിട്ടതാണോ എന്തോ. ഏതായാലും ആൾക്കാർ തന്തയില്ലാത്തരം ചെയ്തു കാണും. അതിന് നട്ടലുള്ള ആമ്പിള്ളേർ ചെന്ന് പെരുമാറിക്കാണും. ആ ന്യൂസ് നിങ്ങളിപ്പോൾ അറിയുന്നുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ ഒരു വലിയ ബിസിനസ്മാൻ ഉണ്ടായിരുന്നു. അവൻ്റെ വൈഫിനെ കുറച്ച് പേര് ചെന്ന് തട്ടിക്കൊണ്ടുപോയി. അതറിഞ്ഞ ഈ ബിസിനസ്മാനും അവൻ്റെ അച്ഛനും കൂട്ടുകാരനും ചേർന്ന് അങ്ങേരങ്ങ് തട്ടി. ഇതുപോലെ തന്നെ എൻ്റെ പെണ്ണിനെ ആരെങ്കിലും ഒരു നോട്ടം കൊണ്ടെങ്ങാനും വേദനിപ്പിച്ച അവർക്ക് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ശിക്ഷ ഇതായിരിക്കും. അതാണായാലും പെണ്ണായാലും. അയ്യോ, മോനെന്തിനാ എന്നെ നോക്കി പറഞ്ഞേ? ഞാൻ നിന്റെ ഭാര്യ ഒന്നും ചെയ്തില്ലല്ലോ അല്ലേ? ചെയ്യാതിരുന്ന എല്ലാവർക്കും കൊള്ളാം. മോളെ, ഇത് നമുക്ക് കിട്ടേണ്ടതായിരുന്നു. ശരിയാമ്മ, ഞാനിനി ഒന്നിനുമില്ല. ഞാനും ഇല്ല മോളെ. എന്തോ ഒരു ഭാഗ്യം അല്ലേ. ഇതേപോലെ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ രണ്ടിൻ്റെ ശവമായിരുന്നേനെ കാണേണ്ടത്. മീര, നീ എന്ത് നോക്കി നിൽക്കാടി? രണ്ട് ചായ എടുത്തിട്ട് വാടി ഞങ്ങൾക്ക്. അല്ല, നിങ്ങൾക്ക് എന്താ പണി? ഒരു പണിയില്ലല്ലോ, ചുമ്മാ ഇരിക്കല്ലേ. ഇവിടെ നിന്ന് നേരെ ചെന്നൊരു വളവ് തിരിഞ്ഞ കിച്ചണെത്തി. അവിടെ ചായപ്പൊടിയും പഞ്ചസാരയും വെള്ളവും തീയും എല്ലാം ഉണ്ട്. ചേച്ചി ഉണ്ടാക്കി കുടിച്ചോ? എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്. എന്താണ് അപ്പച്ചി, ഞെട്ടിപ്പോയോ? എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ സംസാരിക്കാനും അറിയാം. മോളെ, നീ വാടി, നിനക്ക് അമ്മ ചായ ഇട്ട് തരാം. അയ്യോ, അമ്മയുടെ ചായ? അമ്മ, എനിക്ക് ചായ വേണ്ട, എനിക്ക് പഠിക്കാനുണ്ട്. അമ്മ എന്നെ ചായ ഇട്ട് കുടിച്ചോ കേട്ടോ. എൻ്റെ പൊന്ന് നന്ദ, നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നു? എത്ര സമയമായി ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെ, ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അച്ഛനോട് സംസാരിച്ചിരുന്നു. സമയം പോകുന്നതേ അറിയുന്നില്ല. ഓ, അതങ്ങനെ തന്നെയാ. ആ കേൾക്കാൻപറ്റി സംസാരിച്ച് അവിടെ പിടിച്ചിരുത്തും. അല്ല, മിത്തുവേട്ടൻ എന്തിനാ എന്നെ കാത്തിരുന്നേ? മിത്തുവേട്ടൻ ഉറക്കം വരുന്നെങ്കിൽ കയറി കിടന്ന് ഉറങ്ങിക്കൂടെ? അതിനെനിക്ക് ഉറങ്ങണ്ടല്ലോ. പിന്നെ എന്താ വേണ്ടേ? നീ തരുമോ? എന്താ വേണ്ടെന്ന് പറ. നീ തരണ്ട, ഞാൻ എടുത്തോളാം. അടുത്തിയ കഴുത്തില കൊടുത്തിയ വെപ്പമിന്നും പോകല. അടിയും പോലെ செவப்பு இல்ல, கணக்கால் கூட கருப்பு இல்ல. நீ தீண்டும் இடம் தித்திக்குமே, இனி பாக்கி உடம்பு செய்ய வேண்டும் பாக்கியமே. ഹലോ ഗായ്സ്, ഐ ആം യുവർ ബി. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് സ്കിപ്പ് ചെയ്യാം, കേൾക്കേണ്ടവർക്ക് കേൾക്കാം. ഈ ഒരു സ്റ്റോറി ഒന്നിനും കൊള്ളൂലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ബിക്കോസ് ഞാൻ ഒരു ദിവസം കൊണ്ടാണ് ഇത് ഡബ് ചെയ്ത് തീർത്തത്. അതിന് കാരണം ഞാൻ കുറച്ച് മുന്നേ ഇട്ടിട്ടുണ്ട്. കൽബ് കഴിഞ്ഞ ഉടനെ ഞാൻ തോന്നുന്നു ഒരു കമ്മ്യൂണിറ്റി ഇട്ടിട്ടുണ്ടായി. എനിക്ക് ട്രിപ്പ് ഉണ്ട്, കോളേജ് ഡേ ഉണ്ട്, എക്സാം നോട്ടിഫിക്കേഷൻ വന്നു, അത് ഇതെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ബിസിയാണ്. ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, അതെനിക്കറിയാം. ആരും തെറ്റിപ്പോവരുത്. എനിക്ക് പറ്റണ പോലെ ഞാൻ ചെയ്തത്. പിന്നെ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, 4 ദിവസമായി പെട്ടെന്ന് ഇട്ട് ചേച്ചി എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ഇങ്ങനെ എടുത്തങ്ങോട്ട് ഇടാൻ പറ്റില്ലല്ലോ, കുറേ പണിയില്ലേ എഡിറ്റ് ചെയ്യാൻ. പിന്നെ ആണെങ്കിൽ പട്ടി പൂച്ച നായ ഇതിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും ബാക്ക്ഗ്രൗണ്ടിൽ. ആരും മൈൻഡ് ചെയ്യരുത്. ഞാനൊന്ന് ഡബ് ചെയ്യാൻ വിചാരിച്ചാൽ ഈ റോട്ടിലൂടെ കണ്ട വണ്ടി മുഴുവൻ പോവും. ഉള്ള കോഴിയും പൂച്ചയും എൻ്റെ പൊന്നോ. അപ്പോൾ എന്നോട് ക്ഷമിക്കണേ. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഫസ്റ്റ് പാർട്ട് എൻ്റെ പൊന്നോ, ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് എന്തൊക്കെയാണ് പറയേണ്ടതെന്നറിയില്ല. അപ്പോൾ ഗൈസ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് പ്ലീസ് പ്ലീസ്. ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഡബ് ചെയ്തതാണ്. പിന്നെന്താ, ഇത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി സ്റ്റോറി ചെയ്യുന്നുണ്ട്. ഞാൻ റൈറ്റിംഗ് തുടങ്ങി. ഒരു അടിപൊളി സ്റ്റോറി ആവും നെക്സ്റ്റ്, അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും കാണാം. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു ഉമ്മ.